എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഓപ്പറേഷൻ സിന്ദൂരിൽ വെടിനിർത്തലിന് ഇന്ത്യ അംഗീകരിക്കുമ്പോൾ ഇന്ത്യ മുന്നോട്ട് വെച്ചൊരു ആവശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി പാകിസ്ഥാൻ ഇന്ത്യയിൽ തീവ്രവാദി ആക്രമണം നടത്തി കഴിഞ്ഞാൽ ഇന്ത്യ ചർച്ചയില്ല, നേരിട്ട് യുദ്ധപ്രഖ്യാപനമായിരിക്കും. നേരത്തെ ഓപ്പറേഷൻ സിന്ദൂരിൽ ഇന്ത്യ സിവിലിയൻസിനെ ഒന്നും ടാർഗറ്റ് ചെയ്തില്ല, പാകിസ്ഥാൻ്റെ തീവ്രവാദി കേന്ദ്രങ്ങൾ മാത്രമാണ് ആക്രമിച്ചത്. അപ്പോൾ ഇനി യുദ്ധമുണ്ടായിക്കഴിഞ്ഞാൽ, ഇനി എന്തെങ്കിലും തീവ്രവാദി ആക്രമണം ഉണ്ടായിക്കഴിഞ്ഞാൽ പാകിസ്ഥാൻ്റെ സൈനിക ക്യാമ്പുകൾ, സൈനിക ഹെഡ് ക്വാർട്ടേഴ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇന്ത്യ ആക്രമിച്ച് തകർത്ത് തരിപ്പണമാക്കുമെന്നുള്ള ഒരു ഇന്ത്യ മുന്നോട്ട് വച്ചിരുന്നു. അപ്പോൾ ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട് പ്രകാരം കഴിഞ്ഞ ദിവസം ഉണ്ടല്ലോ, കിരാന ഹിൽസിൽ, അതായത് ആണവോർജ്ജം ശേഖരിച്ച് വെച്ചിരിക്കുന്ന ആ ഹിൽസിൽ ഇന്ത്യ അറ്റാക്ക് ചെയ്തു എന്നുള്ളൊരു വാർത്ത പുറത്തു വന്നിരുന്നു. ബ്രഹ്മോസ് മിസൈൽ ഉപയോഗിച്ചിട്ട് ഏകദേശം 7ഓളം എൻട്രൻസ് ഉണ്ട് അതിന്. അത് 3 മെയിൻ എൻട്രൻസ് ഇന്ത്യ ബ്രഹ്മോസ് മിസൈൽ ഉപയോഗിച്ച് തകർത്തു എന്നുള്ള റിപ്പോർട്ട് വന്നിരുന്നു. അത് ഇന്ത്യ ഒരിക്കലും അംഗീകരിച്ചില്ല. അതായത് നമ്മുടെ AK ഭാരതി ഉണ്ടല്ലോ, എയർ മാർഷൽ, ഇതിൻ്റെ ബ്രീഫിംഗ് നടത്തുമ്പോൾ, ഈ ഓപ്പറേഷൻ സിന്ദൂരിൻ്റെ ബ്രീഫിംഗ് നടത്തുമ്പോൾ ചോദിച്ചിരുന്നു, കിരാന ഹിൽസിൽ ഇന്ത്യ അറ്റാക്ക് ചെയ്തിരുന്നു. അപ്പോൾ അങ്ങനെ തിരിച്ചു ചോദിച്ചു, അതായത് ഒരു അഴകുഴമ്പൻ ഒരു മട്ടിൽ തിരിച്ചു ചോദിച്ചു, അങ്ങനെ ഒരു ഹില്ലുണ്ടോ, കിരാന ഹിൽസ് അങ്ങനെ ഒരു ഹില്ലുണ്ടോ എന്നാണ് തിരിച്ചു ചോദിച്ചത്. അതിനർത്ഥം അതായത് എന്താ പറയേണ്ടത്, ഇന്ത്യ അവിടെ എന്തോ ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ്. ഒരു കാലത്തും അതായത് ഒരു രാജ്യം വേറൊരു രാജ്യത്തിൻ്റെ ഒരു ആണവം സ്റ്റോറേജ്, എന്താ പറയുക, ആണവ ന്യൂക്ലിയർ സ്റ്റോറേജിനെ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും അത് പുറത്തു പറയില്ല. ഇസ്രായേലിന് ഇറാൻ്റെ ആണവോർജ്ജ കേന്ദ്രം അറ്റാക്ക് ചെയ്തപ്പോൾ ഒന്നും പറഞ്ഞില്ല. അതായത് ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട സ്ഥലം മാത്രമേ ഞങ്ങൾ അറ്റാക്ക് ചെയ്തുള്ളൂ, ഞങ്ങൾ അതൊന്നും ടാർഗറ്റ് ചെയ്തില്ല. അപ്പോൾ ഒരിക്കലും ഒരു രാജ്യവും, അതായത് ഇൻ്റർനാഷണൽ നോംസിൻ്റെ ഭാഗമായിട്ട് അതൊരിക്കലും തുറന്നു പറയാൻ സാധ്യതയില്ല. അപ്പോൾ കഴിഞ്ഞ ദിവസം, അതായത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ഈ വാർത്ത പുറത്തു വന്നില്ലേ, കിരാന ഹിൽസിൽ ഇന്ത്യ ബ്രഹ്മോസ് ഉപയോഗിച്ചിട്ട് അവിടുത്തെ ആണവ നിലയങ്ങൾ അറ്റാക്ക് ചെയ്യുന്നുള്ള വാർത്ത പുറത്തു വന്ന ഉടനെ തന്നെ ഇപ്പോൾ എല്ലാവരും സംശയം ഉണ്ടായിരുന്നു, എന്തുകൊണ്ടാണ് പെട്ടെന്ന് വെടിനിർത്തലിന് ഇത് ഇന്ത്യ സമ്മതം മൂളിയെന്നൊക്കെ. അതെല്ലാവരും ആശ്ചര്യപ്പെടുത്തിയിരുന്നു. അതിന് പിന്നിൽ പ്രധാനപ്പെട്ട ഒരു കാരണം ഇപ്പോൾ പുറത്തു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് അവിടെ പെട്ടെന്ന് ഈ ഓപ്പറേഷൻ സിന്ദൂർ നടന്ന, അതായത് കിരാന ഹിൽസിൽ അറ്റാക്ക് നടന്നു എന്ന് പറഞ്ഞ അടുത്ത ദിവസം തന്നെ അമേരിക്കൻ ന്യൂക്ലിയർ എമർജൻസി സപ്പോർട്ട് എയർക്രാഫ്റ്റ് അവിടെ സ്പോട്ട് ചെയ്തു. അതായത് ഫ്ലൈറ്റ് റഡാർ 24 സിസ്റ്റം ഉപയോഗിച്ചിട്ട് ആൾക്കാരൊക്കെ നോക്കി. അതായത് ഈ ഫ്ലൈറ്റ് റഡാർ 24 സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു രാജ്യത്തും ഒരു എന്താ പറയുക, ഫ്ലൈറ്റ് ഫ്ലൈ ചെയ്യുമ്പോൾ ആരൊക്കെ എവിടേക്കാണ് പോകുന്നത് അത് കറക്റ്റ് കിട്ടും. അതിൻ്റെ ഒരു സിസ്റ്റമാണ് ഫ്ലൈറ്റ് റഡാർ 24 സിസ്റ്റം. അത് ഉപയോഗിച്ചിട്ട് ചില ആൾക്കാർ ഈ ഒരു വിമാനം സ്പോട്ട് ചെയ്തിരുന്നു. അതിൻ്റെ കോഡും നമ്പറും ഇതൊക്കെ വെച്ചിട്ട് നെയിമൊക്കെ ഡീകോഡ് ചെയ്തപ്പോൾ അത് അമേരിക്കൻ ന്യൂക്ലിയർ എമർജൻസി സപ്പോർട്ട് എയർക്രാഫ്റ്റ് ആണ്. അത് പാകിസ്ഥാനിലെ ഈ കിരാന ഹിൽസിൻ്റെ അടുത്താണ് സ്പോട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഫ്ലൈറ്റിൻ്റെ ഉദ്ദേശം തന്നെ എവിടെയെങ്കിലും ആണവ ചോർച്ച ഉണ്ടായിക്കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനും അതിൻ്റെ ഡെപ്ത് നോക്കാനും അതിൻ്റെ സീരിയസ്നെസ് ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ എയർക്രാഫ്റ്റ്. അപ്പോൾ അതിനർത്ഥം അവിടെ എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ്. അപ്പോൾ ഇന്ത്യ തള്ളിക്കളഞ്ഞാലും അത് എന്താ പറയേണ്ടത്, അവിടെ ആണവ കേന്ദ്രം ഇന്ത്യ അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. അല്ലാണ്ട് ഈ എയർക്രാഫ്റ്റ് അവിടെ വരാനുള്ള സാധ്യതയില്ല. ഇതൊരിക്കലും ചുമ്മാ വരുന്നൊരു എയർക്രാഫ്റ്റ് അല്ല. ഒരു രാജ്യം അമേരിക്കയോട് റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഞങ്ങൾക്കിങ്ങനെ ചെറിയ പ്രശ്നം, ലീക്കേജിൻ്റെ പ്രശ്നമുണ്ട്, വന്നൊന്ന് ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞാൽ മാത്രമേ, റിക്വസ്റ്റ് ചെയ്താൽ മാത്രമേ, ഡിപ്ലോമാറ്റിക് ലെവലിൽ എന്താ പറയേണ്ടത് അങ്ങനെയുള്ള കോൺടാക്ട് നടത്തിയാൽ മാത്രമേ ആ അമേരിക്കൻ ന്യൂക്ലിയർ എമർജൻസി സപ്പോർട്ട് എയർക്രാഫ്റ്റ് അവിടെ വരൂ. അപ്പോൾ എന്ത് തന്നെയാലും അവിടെ ഈ കിരാന ഹിൽസിൽ ഇന്ത്യയുടെ ഒരു ഓപ്പറേഷൻ നടന്നിട്ടുണ്ടെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട്, ഈ കിരാന ഹിൽസുമായി ബന്ധപ്പെട്ട് ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞുതരാം. അതായത് കഴിഞ്ഞ ദിവസം അവിടെ ഈജിപ്തിലൊരു ഒരു ഈജിപ്ഷ്യൻ ഫ്ലൈറ്റ് സ്പോട്ട് ചെയ്തെന്ന് പറഞ്ഞു. അതായത് ഈജിപ്ത് ഭയങ്കര ഫേമസ് ആണ്. അതായത് നമ്മുടെ നൈൽ നദി ഉണ്ടല്ലോ, നൈൽ നദി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ബോറോൺ എന്ന് പറഞ്ഞ കോമ്പണൻ്റ്, ഈ ബോറോൺ കോമ്പണൻറ്റിൻ്റെ വലിയൊരു ഡെപ്പോസിറ്റുള്ള സ്ഥലമാണ് ഈജിപ്ത്. ഈ നൈൽ നദിക്കരയൊക്കെ വേൾഡിൽ ഏറ്റവും കൂടുതൽ ബോറോൺ ഡെപ്പോസിറ്റ് സ്ഥലം ഈജിപ്താണ്. അപ്പോൾ ഈ ബോറോണിനൊരു പ്രത്യേകതയുണ്ട്. ഈ ബോറോൺ കോമ്പണൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എവിടെയെങ്കിലും ആണവ ചോർച്ച, ആണവ ലീക്കേജ് അങ്ങനെ വികിരണമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് അടക്കാനും അതിനെ പ്രിവെൻറ്റ് ചെയ്യാനും ഉപയോഗിക്കുന്നത്, അതിനെ ന്യൂട്രലൈസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു കോമ്പോണൻ്റാണ് ബോറോൺ എന്ന് പറയുന്നത്. അപ്പോൾ ഈജിപ്ഷ്യൻ ഫ്ലൈറ്റ് എന്താ പറയുന്നത്, ഏതെങ്കിലും ഒരു സ്ഥലത്ത് സ്പോട്ട് ചെയ്യണമെങ്കിൽ അവിടെ എന്തെങ്കിലും ആണവ പ്രശ്നം, ലീക്കേജോ വികിരണോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ മാത്രമേ ഈ ഫ്ലൈറ്റ് അവിടെ എന്താ പറയുക അവിടെ സ്പോട്ട് ചെയ്യൂ. അപ്പോൾ ഇതെല്ലാം കൂട്ടി വായിക്കണം. നേരത്തെ ഞാൻ പറഞ്ഞാൽ അമേരിക്കൻ ന്യൂക്ലിയർ എമർജൻസി സപ്പോർട്ട്, അതായത് അവർ ഡിറ്റക്റ്റ് ചെയ്യും ഇത് ആണവ വികിരണം ഉണ്ടായിട്ടുണ്ടോ, ലീക്കേജ് ഉണ്ടായിട്ടുണ്ടോ എന്ന്. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്താണ്, ഈജിപ്ത്യൻ ഫ്ലൈറ്റ് വന്നിട്ട് അവർ ബോറോൺ ഉപയോഗിച്ച് അത് അടക്കുന്ന ഒരു ഘട്ടം. അപ്പോൾ ഒരു കാര്യം ഉറപ്പിക്കാം, ഇന്ത്യ കിരാന ഹിൽസിലെ പാകിസ്ഥാൻ്റെ ആണവ കേന്ദ്രത്തിൽ കാര്യമായ ഡാമേജ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ ഒരു സംശയമില്ല. അപ്പോൾ ഈ യുദ്ധം കൊണ്ട് എന്താ പറയേണ്ടത്, ഈ യുദ്ധം കൊണ്ട് ഏറ്റവും കൂടുതൽ പ്രശ്നമുണ്ടായത് പാകിസ്ഥാനാണെങ്കിലും അടികിട്ടിരിക്കുന്നത് ചൈനക്കാണ്. ഞാൻ നേരത്തെ കഴിഞ്ഞ വീഡിയോ അതായിരുന്നു. അതായത് ഇൻ്റർനാഷണൽ വെപ്പൺ ഒരു മാർക്കറ്റിൽ ചൈനക്ക് വലിയൊരു അടി കിട്ടിയിരിക്കുകയാണ്. ചൈനയുടെ ആയുധങ്ങൾ ഒന്നിനും കൊള്ളാത്തതാണ്, ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് ഇന്ത്യ തെളിയിച്ചു കൊടുത്തിരിക്കുകയാണ്. ഇന്ത്യയുടെ മേക്ക് ഇൻ ഇന്ത്യ വെപ്പൺസ് കൊണ്ടും റഷ്യയുടെ ആയുധങ്ങളൊക്കെ കൊണ്ട്. അപ്പോൾ ഇൻ്റർനാഷണൽ, അതായത് ഒരു വാർ നടക്കുമ്പോൾ എല്ലാവരും ഒബ്സർവ് ചെയ്യും. അപ്പോൾ ആൾക്കാർക്ക് മനസ്സിലായി ചൈനയുടെ ആയുധങ്ങൾ വെറും എന്താ പറയുക കളിപ്പാട്ടങ്ങളാണ്, ആ റേഞ്ചിലാണ് ആൾക്കാർ കണ്ടിരിക്കുന്നത്. അപ്പോൾ ഇൻ്റർനാഷണൽ വെപ്പൺ മാർക്കറ്റിൽ വരും ദിവസങ്ങൾക്ക് ചൈനക്ക് നല്ലൊരു അടി കിട്ടും.
കേട്ടോ, അതിനൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ ആ വീഡിയോ. അപ്പോൾ എന്ത് തന്നെയായാലും പാകിസ്ഥാൻ ആണവോർജ്ജ നിലയം ഇന്ത്യ അറ്റാക്ക് ചെയ്തു എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. വെറുതെ അല്ല ഇന്ത്യ എന്താ പറയേണ്ടത് ഈ വെടിനിർത്തലിനെ സമ്മതിച്ച്, ഇതൊക്കെ കാരണം കൊണ്ട് തന്നെയാവാം. പിന്നെ അത് മാത്രമല്ല അവിടെ 19 എയർബേസുകൾ ഉണ്ട്. 19 എയർബേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബാലിസ്റ്റിക് മിസൈലേക്ക് ലോഞ്ച് ചെയ്യാൻ പറ്റുന്ന 19 എയർബേസും ഏകദേശം 10-23 ഉണ്ട്. പക്ഷേ അതിൽ 19 എണ്ണം പാകിസ്ഥാൻ ഈ ബാലിസ്റ്റിക് മിസൈലേക്ക് ലോഞ്ച് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള എന്താ പറയുക കേപ്പബിളായ എയർബേസാണ്. അപ്പോൾ അതിൽ 13 എണ്ണം ഇന്ത്യ ഭാഗികമായി തകർത്തു. അത് ഇനി ഓപ്പറേഷൻ ആവില്ല. അതായത് ഒരു എയർപോർട്ടിൽ എന്തെങ്കിലും ചെറിയ കേടുപാടുകൾ പറ്റിയാൽ പോലും അത് ഫുള്ളി ഓപ്പറേഷൻ ആവില്ല. അപ്പോൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പാകിസ്ഥാൻ കൊണ്ട് വലയാണ്. അതുകൊണ്ടാണ് പെട്ടെന്ന്, അതായത് ഇനി അവർക്ക് യുദ്ധം ചെയ്യാൻ പറ്റില്ല. ഈ ഇത്രയും 13 എയർബേസ് തകർത്തു, അവർ ഇനി എവിടെ വെച്ച് ലോഞ്ച് ചെയ്യും? ബാലിസ്റ്റിക് മിസൈൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ലോഞ്ച് ചെയ്യാൻ പറ്റില്ല. ഇതൊക്കെ എല്ലാം കൂട്ടി വായിച്ച് നോക്കുകയാണെങ്കിൽ അതൊക്കെ കൺസോളിഡേറ്റ് നോക്കുകയാണെങ്കിൽ പെട്ടെന്ന് വെടിനിർത്താനുള്ള കാരണം അമേരിക്കയുടെ കാല് പിടിച്ചിട്ട് എങ്ങനെയെങ്കിലും നിർത്തിത്തരണം എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇന്ത്യ പറഞ്ഞു പാകിസ്ഥാനോട് നേരിട്ട് വിളിക്കാൻ പറ. അപ്പോൾ അങ്ങനെ പാകിസ്ഥാൻ നേരിട്ട് വിളിച്ച്, അതായത് വെടിനിർത്തലിനെ ഇന്ത്യ സമ്മതം മൂളി. ഇതാണ് റിയൽ റീസൺ. അപ്പോൾ ഇത് ഇന്ത്യ കൊടുത്തൊരു മെസ്സേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വെടിനിർത്തലിൻ്റെ ആ ഒരു സമയത്ത് ഇനി ഇന്ത്യയിൽ പാകിസ്ഥാൻ കയറി വെടിപൊട്ടിച്ചു കഴിഞ്ഞാൽ, പാകിസ്ഥാൻ ട്രെയിൻ ചെയ്ത് വിട്ട തീവ്രവാദികൾ കയറി ഇന്ത്യയിലെ സാധാരണക്കാരെ നിരപരാധികളെ കൊന്നു കഴിഞ്ഞാൽ നേരിട്ടാണ് യുദ്ധം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാകിസ്ഥാൻ്റെ ആണവ നിലയങ്ങളുടെ ഒരു ബ്ലൂ പ്രിൻറ്റ്, അത് എവിടെയാണ്, എന്താണ്, അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ്, പിൻ കോഡ് അടക്കം ഇന്ത്യയുടെ കയ്യിലുണ്ടെങ്കിൽ. അപ്പോൾ ഇനി എന്താ പറയേണ്ടത്, ഒന്നും നോക്കണ്ട, കണ്ണും പൂട്ടിങ്ങ് അടിച്ച് ശരിപ്പെടുത്തി കളയും. ഒന്നും നോക്കില്ല. ഇനി അവിടെ മുമ്പ് എന്താ പറയുക, ഞാൻ പറഞ്ഞ ഒരു സിവിലിയൻസിനൊന്നും ഇന്ത്യ കൺസിഡർ ചെയ്യില്ല. ഇനി യുദ്ധം ഉണ്ടായി കഴിഞ്ഞാൽ, ഒരു യുദ്ധം വരുമ്പോൾ എല്ലാ രീതിയിലും എല്ലാ ആസ്പെക്റ്റും നോക്കാൻ പറ്റില്ല. അടിച്ചങ്ങ് കളയും, ആണവ നിലയങ്ങനെ അടിച്ച് കളയും എന്നുള്ള ഒരു മെസ്സേജ് തന്നെയാണ് ഇന്ത്യ കൊടുത്തിരിക്കുന്നത്. അതായത് ഇനി എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഈ കിരാന ഹിൽസിൽ മാത്രമല്ല പാകിസ്ഥാനിലെ വേറൊരു സ്ഥലത്തും കൂടി ഇതിൻ്റെ ഡെപ്പോസിറ്റ് ഉണ്ട്, ഈ ആണവ ഇത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസും ഇന്ത്യയുടെ കയ്യിലുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഈ ഓപ്പറേഷൻ സിന്ദൂർ വരെ ഇന്ത്യക്ക് അറിയില്ലായിരുന്നു. പക്ഷേ ഈ കിരാന ഹിൽസ് അറ്റാക്ക് ചെയ്തതിന് ശേഷം ഇന്ത്യക്ക് ഒരുപാട് വിവരങ്ങൾ കിട്ടി. അപ്പോൾ പാകിസ്ഥാനിലെ തന്നെ 2 സ്ഥലത്താണ് ഈ ആണവോർജ്ജം ശേഖരിച്ച് വെച്ചിട്ടുള്ളത്. ഈ ആണവോർജ്ജം എന്ന് വെച്ചാൽ വലിയ മല തുരന്നിട്ട് ഒരുപാട് ആഴത്തിലാണ് വെക്കുക. ഭയങ്കര ഹൈ സെക്യൂരിറ്റിയാണ്. ഹൈ സെക്യൂരിറ്റി എന്ന് വെച്ചാൽ ഈ കിരാന ഹിൽസിനൊക്കെ ഒരുപാട് ചൈനീസ് ആൾക്കാരൊക്കെ അതിന് സെക്യൂരിറ്റി ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതുമാതിരി മറ്റൊരു സ്ഥലത്തും ഇങ്ങനെ ആണവോർജ്ജം ശേഖരിച്ച് വെച്ചിട്ടുള്ള വളരെ സുപ്രധാനപ്പെട്ട ഒരു വിവരം ഇന്ത്യക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ദാറ്റ് മീൻസ് എന്താണ്, പാകിസ്ഥാൻ്റെ കയ്യിൽ ആണവോർജ്ജങ്ങളുടെ ഫുള്ള് ഒരു ബ്ലൂ പ്രിൻറ്റ് ഇന്ത്യയുടെ കയ്യിലുണ്ട്. ഇനി എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ, ഇന്ത്യയിൽ തീവ്രവാദി ആക്രമണം ഉണ്ടായി കഴിഞ്ഞാൽ നേരിട്ട് എന്താ പറയുക, എയർബേസ് ഇതൊന്നും അറ്റാക്ക് ചെയ്യില്ല, കീറിങ് അടിച്ച് നിരത്തിക്കളയുന്നത്. അപ്പോൾ പാകിസ്ഥാൻ മൊത്തത്തിൽ പേടിച്ചിരിക്കുകയാണ്. എന്താ പറയുക, ഇനി അവിടുന്ന് തീവ്രവാദികൾ അജ്മൽ കസവിനെയും ഹാഷിം മൂസേനെയും പോലുള്ള ആൾക്കാരെ എന്താ പറയേണ്ടത് ഇങ്ങനെ ട്രെയിൻ ചെയ്ത് ഇന്ത്യയിലേക്ക് അയച്ച് ഇവിടെ ആ നിരപരാധികളെ കൊന്നൊടുക്കാനാണ് ഇനി ഉദ്ദേശമെങ്കിൽ മുന്നത്തെ മാതിരി കൈയും കെട്ടി നോക്കി നിൽക്കില്ല. ഇപ്പോഴത്തെ മൗനം നിങ്ങൾ നോക്കണ്ട, ഇപ്പം വെടിനിർത്തിയില്ലേ. ഇപ്പോൾ ആൾക്കാരൊക്കെ ചോദിക്കുന്നത് എന്തുകൊണ്ട് പാകിസ്ഥാൻ അടിച്ച് നിരപ്പാക്കുന്നില്ല. ഇനി എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു ഫൈനൽ വാർണിംഗ് ആണ്. ഇനി ഇവന്മാരെ ആണവ നിലയങ്ങൾ അടിച്ച് ശരിപ്പെടുത്തി കളയും. അപ്പോൾ ഈ ഓപ്പറേഷൻ സിന്ദൂർ കൊണ്ട് ശരിക്കും പാകിസ്ഥാൻ ഇന്ത്യ വരച്ച വരയിൽ നിർത്തിയിരിക്കുകയാണ്. എന്നേക്കുമായിട്ട് ലൈഫ് ലോങ് ആയിട്ട് എന്താ പറയേണ്ടത് അവന്മാർ വരച്ച വരയിൽ നിൽക്കുകയാണ്. ഇനി എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം സംഭവിക്കും. അതുമാത്രമല്ല ഇൻ്റർനാഷണൽ വെപ്പൺ മാർക്കറ്റിൽ ഇന്ത്യയുടെ ഒരു ശത്രു കൂടിയായ ചൈന അവരെ ശരിക്കും എക്സ്പോസ്ഡ് ആക്കി കൊടുത്തു. ഇന്ത്യ അവരുടെ വെപ്പൺസ് വെറും കളിപ്പാട്ടങ്ങളുടെ ക്വാളിറ്റി മാത്രമേ ഉള്ളൂ. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആയുധങ്ങൾ പോലും, ഡ്രോൺസ് പോലും അവന്മാരുടെ തരിപ്പണമാക്കുന്ന ഒരു കാഴ്ചയാണ് ലോകജനത കണ്ടത്. കണ്ടതെന്ന് വെച്ചാൽ പല വിഷ്വൽസും ലൈവായിട്ട് കുറേ കാര്യങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികൾ ചോദിക്കുമല്ലോ, നിങ്ങൾ എന്താ പറയുക സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയ തെളിവ് എവിടെ എന്ന് ചോദിക്കും. ഇതൊക്കെ മുൻകൂട്ടി കണ്ടിട്ടാണ് എന്താ പറയേണ്ടത് ഇത്തരം കാര്യങ്ങൾ ഷൂട്ട് ചെയ്ത് അത്ര വിഷ്വൽസ് ഫൂട്ടേജുകൾ ഇന്ത്യൻ സർക്കാരിൻ്റെ കയ്യിലുണ്ട്. വേണ്ടി വന്നു കഴിഞ്ഞാൽ ആവശ്യത്തിന് അതെടുത്ത് പ്രയോഗിക്കാനും ഇന്ത്യ മടിക്കില്ല. അപ്പോൾ എന്തുതന്നെയായാലും ഇനിയൊരു തീവ്രവാദി ആക്രമണം ഇന്ത്യയിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ പാകിസ്ഥാൻ എന്ന രാജ്യം ഈ ഭൂമുഖത്ത് തന്നെ തുടച്ചു നീക്കുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോ കാണാം.